ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ കണ്ണാടിക്കടവ് പാലത്തിൽ വാഹനാപകടത്തിൽ തകർന്ന കൈവരി 5 ദിവസമായിട്ടും നന്നാക്കാത്തത് അപകട ഭീഷണി ഉയർത്തുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിലാണ് പാലത്തിന്റെ കൈവരി തകർന്നു കിടക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മിനി ട്രെയിലർ നിയന്ത്രണം തെറ്റി ഇടിച്ചാണ് കൈവരികൾ തകർന്നത്. കൈവരികളിൽ ഇടിച്ചു നിന്നതിനാലാണ് ട്രെയിലർ പുഴയിലേക്ക് വീഴാതിരുന്നത്. ഇവിടെ ചുവന്ന റിബൺ മാത്രം കെട്ടുകയാണ് അധികൃതർ ചെയ്തിട്ടുള്ളത്. അപകട ഭീഷണിയെ തുടർന്ന് മരടിലെ INTUC തൊഴിലാളികൾ പലക അടിച്ച് താൽക്കാലിക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. റഫീഖ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഫീഖ്, അതിൽ ഏറ്റവും പ്രധാനം അവിടെ നേരത്തെ ഉണ്ടായ അപകടത്തിൽ ആ വാഹനം പുഴയിലേക്ക് വീഴാതിരുന്നത് ആ കൈവരി ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അത് വീണ്ടും പുനർനിർമ്മിക്കാത്തത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നു. എന്തുകൊണ്ട് അതിനുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല റഫീഖ്? ജിൽസി, കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായിരുന്ന അപകടത്തിൽ ഈ സൈഡിലെ മുഴുവൻ കൈവരികളും ഇടിച്ച് തകർന്ന് താഴേക്ക് പോരുന്നു. ഇവിടെ താഴെയുള്ള ചമ്പക്കര കനാലും അതിന് തൊട്ട് താഴെയുള്ള സർവീസ് റോഡുമാണ്. അന്ന് ഈ വാഹനം ഈ കൈവരിയിലും അതുപോലെ തന്നെ ഈ പൈപ്പുകളിലും ഇടിച്ചാണ് നിന്നത്. ഈ പൈപ്പുകളിലും ഇടിച്ച് നിന്നിട്ട് ഈ പൈപ്പും തകർന്നിരുന്നു. അന്ന് ആകെ ഇവർ ചെയ്തത് ഇവിടെ ഒരു റെഡ് ടൈപ്പ് റിബൺ ഉണ്ടല്ലോ, ആ റിബൺ മാത്രം സ്ഥാപിക്കുക. നൂറുകണക്കിന് ആളുകൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതും ഒരുപാട് കാൽനട യാത്രക്കാർ പോകുന്നതുമായിട്ടുള്ള വഴിയാണിത്. ഈ വഴിയിലാണ് ഇത്തരത്തിൽ വളരെ ഒരു രീതിയിലും സുരക്ഷ ഒരുക്കാതെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ കൊണ്ട് പോയത്. ഈ ഒരു റിബൺ മാത്രമാണ് കിട്ടിയത്. ഈ റിബൺ ഇതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കിയതോടെയാണ് മരടിലെ INTUC തൊഴിലാളികൾ, അവർ ഇന്നലത്തെ മെയ് ദിനമായിരുന്നു, അവരുടെ മെയ് ദിന റാലിക്ക് പകരം അവർ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താൽക്കാലികമായിട്ട് മരപ്പലകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു താൽക്കാലിക സുരക്ഷാ വേലി ഒരുക്കി. അതേസമയം തന്നെ ഇതിൻ്റെ താഴേക്ക് ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഈ പൈപ്പുകൾ, കേബിളുകൾ പോയിരുന്ന പൈപ്പുകളെല്ലാം അപകടത്തിൽ പൊട്ടിയിരുന്നു. ആ പൈപ്പുകൾ സാധാരണ റോപ്പ് കൊണ്ട് മാത്രം കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ പൈപ്പുകൾ താഴേക്ക് വീഴാം. അതുപോലെ തന്നെ വലിയ ബാർജുകൾ, റിഫൈനറിയിലേക്കുള്ള ബാർജുകൾ, ടൂറിസ്റ്റ് ബോട്ടുകൾ എല്ലാം പോകുന്ന വഴിയാണിത്. അപകടമുണ്ടായ ദിവസം തന്നെ ഒരു ടൂറിസ്റ്റ് ബോട്ടിൽ ഈ പറയുന്ന പൈപ്പ് താഴെ പോയി വീണിരുന്നു. അന്ന് ടൂറിസ്റ്റ് ബോട്ടിൻ്റെ മുകളിലെ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയാണ് ടൂറിസ്റ്റ് ബോട്ടിനെ കടത്തിവിട്ടത്. ഇപ്പോൾ ബാർജുകൾക്ക് പോലും പോകുന്നത് അപകടകരമായ അവസ്ഥയിലാണ്. അതുപോലെ താഴെ ഒരുപാട് മനുഷ്യർ വന്നിരിക്കുന്നതും സർവീസ് റോഡുള്ളതുമായ വഴിയാണ്. അവിടെയൊക്കെ ഈ റോപ്പ് ഒന്ന് പൊട്ടിയാൽ ഈ പൈപ്പുകൾ പോയി ആരെങ്കിലും തലയിൽ വീഴുന്ന അവസ്ഥയാണ്. ഇത് ഈ കാൽനട യാത്രയിലും ഇതുപോലെ തന്നെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ആളുകൾക്ക് രാത്രിയൊന്നും പോകുമ്പോൾ കൃത്യമായിട്ട് കാണാൻ കഴിയില്ല. ഇത്തരത്തിൽ ഒരു സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടില്ല. മരട് നഗരസഭയുടെ മുൻ ചെയർമാനായ ആന്റണി ആശാമ്പറമ്പിൽ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ താൽക്കാലികമായി ഇവിടെ സുരക്ഷാ വേലി ഒരുക്കിയത്. ഞങ്ങൾ ഇന്നലെ സാധാരണഗതിയിൽ മെയ് 1-ാം തീയതി മെയ് ദിന റാലിയാണ് നടത്തുന്നത്. അങ്ങനെയാണ് ഇന്നലെ നമ്മുടെ തൊഴിലാളികൾ പറയുന്നത് ഏറ്റവും വലിയ അപകടം. കാരണം ഇതിലെ കൂടി വലിയ ചാലാണ്, കപ്പൽ ചാലാണിത്. ഇതിലേക്ക് ഒരാൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ജീവനോടെ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് പോലെ 5 ദിവസം കാത്തു നിന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകൾ ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ തൊഴിലാളികൾ ഇന്നലെ രാവിലെ 8 മണിക്ക് ഇവിടെ വന്ന് മരങ്ങളും മറ്റും ദൃശ്യങ്ങൾ തന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കൃത്യമായി എത്രത്തോളം അപകടകരമായ സാഹചര്യമാണ് പാലത്തിലുള്ളത്. പക്ഷെ ഇതുവരെ തകർന്ന കൈവരി നിർമ്മിക്കാൻ തയ്യാറാവാത്ത അധികൃതരുടെ അനാസ്ഥയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്.